Good evening all. Welcome to Tirur Arts College Alumni Award Night. ഗ്രൂപ്പിലെ പ്രവർത്തനങ്ങളിലെ ഓരോ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളെയാണ് ഇവിടെ ആദരിക്കുന്നത്. ഓരോ കാറ്റഗറിയിലെയും ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. തിരൂർ ആർട്സ് കോളേജ് അലുമിനി അവാർഡ് നിശയിലെ ആദ്യ കാറ്റഗറി. നോമിനീസ് ആർ ഇത്തവണത്തെ മികച്ച ഗ്രൂപ്പ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തുടക്കകാലം മുതൽ ഗ്രൂപ്പിലെ നിര സാന്നിധ്യം, ഗ്രൂപ്പിന്റെ എല്ലാ ഒത്തുചേരലുകളിലെയും കണ്ടുമുട്ടലുകളിലെയും സജീവ സാന്നിധ്യം, ആത്മാർത്ഥ സൗഹൃദങ്ങൾക്ക് എന്നും ജീവിതത്തിൽ വലിയ പരിഗണന നൽകുന്ന വ്യക്തിത്വം, ഗ്രൂപ്പിലെ സൗഹൃദങ്ങളെ ചേർത്തുപിടിക്കാനും ഒരുമിച്ച് കൊണ്ടുപോകാനും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം. അവാർഡിന് അർഹനായ റിയാദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അടുത്ത കാറ്റഗറി മികച്ച വനിതാ അംഗം. നോമിനീസ് ആർ മികച്ച വനിതാ അംഗം അവാർഡ് ഗോസ് ടു കുട്ടിക്കുറുമ്പി എന്നറിയപ്പെടുന്ന രഞ്ജിനി വള്ളത്തോൾ ആണ് ഈ വർഷത്തെ മികച്ച വനിതാ അംഗം. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലെ നിറ സാന്നിധ്യം, ഓൺലൈനിൽ ഉള്ളവരെ വിളിച്ചുണർത്തി ഗ്രൂപ്പിൽ കൊണ്ടുവരുന്നതിൽ പ്രത്യേക വിരുദ്ധ. എത്ര വൈകിയാലും ഗ്രൂപ്പിലെ എല്ലാ മെസ്സേജുകളും വായിച്ചു കഴിഞ്ഞ ശേഷം മാത്രം ഉറങ്ങുന്ന പ്രകൃതം, ഗ്രൂപ്പിൽ വരുന്നവരുടെ കഴിവുകളെ അനൈതവമായി പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം, ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെയും അംഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതുമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം. അടുത്ത കാറ്റഗറി മികച്ച ഗായകൻ. നോമിനീസ് ആർ സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവും പാർത്തിരുന്നു. പാലകർ ദേവനാദം കേട്ടു ആമോദര, വർണ്ണരാജികൾ വിടരും വാങ്ങി, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകാകുമാരിയോടൊത്ത തിങ്കൾ പീലിക്കണ്ണെഴുതി അഴകിൽ നിന്നവളേ, ചുംബനമലരുമാ കനവിൽ വന്നവളേ, നിൻമൊഴിയോ തുളിരഴകോ സ്നേഹവസന്തമാർന്ന നിൻ കുമലമോ. മികച്ച ഗായകൻ.
ഈ വർഷത്തെ മികച്ച ഗായകനുള്ള അവാർഡ് 2 പേരാണ് പങ്കിട്ടെടുത്തിട്ടുള്ളത്. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. കേവല മധ്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. കേവല മധ്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. ഒരു ദേവദൂതികയാണു നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജിരധ്വനിയുണർത്തി ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. വശ്യമായ ശബ്ദമാധുര്യം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ഏവരുടെയും മനം കവർന്ന ഹരികുമാർ ആണ് ഈ വർഷത്തെ മികച്ച ഗായകനുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. സ്വതസിദ്ധമായ ഗാനാലാപനത്തിലൂടെ ഗ്രൂപ്പിനായി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പ്രതിഭ. മധുരമായ ശബ്ദം കൊണ്ടും താളബോധം കൊണ്ടും നിരവധി ഗാനങ്ങളിലൂടെ അംഗങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഗായകൻ. അവാർഡിന് അർഹനായ ഹരികുമാറിന് അഭിനന്ദനങ്ങൾ. മഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപെരിയും കാണുമെന്നാൽ പിടഞ്ഞു പോയി എൻ്റെ ഇടനെഞ്ചിലോർമകൾ തുളുമ്പിപ്പോയി. ഇനിയെന്നു കാണുമെന്നാൽ പിടഞ്ഞു മോഹനമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വനരെ കളപ്പുരക്കോലായി പുകഞ്ഞതൻ ജന്മം ഹവിസ്സുപോൽ പടർന്നതൻ മനസ്സിൻ്റെ പുണ്യം മനസ്സു കൊണ്ടൊഴിഞ്ഞു വെച്ച അനുഗ്രഹീതമായ ശബ്ദത്തിനുടമ, നിരവധി വേദികളെ തന്റെ ശബ്ദമാധുര്യം കൊണ്ട് കയ്യിലെടുത്ത അതുല്യ പ്രതിഭ. ഗാനരചനയും കമ്പോസിങ്ങും എല്ലാം ഇദ്ദേഹത്തിന്റെ വേറൊരു വിഹാര മേഖലയാണ്. കൈവച്ച മേഖലകളിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹത്തിന്റെ മകനും നല്ലൊരു ഗായകനും കൂടിയാണ്. ആലാപനത്തിലെ ചെറിയ തെറ്റുകൾ വന്നാൽ പോലും കജ്ജിന്നു പോയി എന്ന് പറഞ്ഞ് പാട്ട് ഡിലീറ്റ് ചെയ്യുന്ന പ്രവണത ഒഴിവാക്കണമെന്ന് ജൂറിയുടെ പ്രത്യേക പരാമർശം. അവാർഡിന് അർഹനായ ചന്ദ്രകാന്തിന് അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് കാറ്റഗറി മികച്ച ഗായിക. നോമിനീസ് ആർ
മികച്ച ഫീമെയിൽ സിംഗർ അവാർഡ് ഗോസ് ടു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ വാനമ്പാടി ഗാനാലാപനത്തിലെ മികവും സ്വരമാധുര്യവും കൊണ്ട് നമുക്കായി നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച സിന്ധുവാണ് ഈ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചെറുപ്പകാലത്ത് കലാമണ്ഡലം ഗിരിജ ടീച്ചറുടെ ശിഷ്യയായിരുന്ന സിന്ധു പിന്നീട് പല സംഗീത വേദികളിൽ തൻ്റെ ഗാനാലാപനങ്ങളിലൂടെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മികവാർന്ന ഗാനങ്ങൾ ഇനിയും നമുക്കായി അവതരിപ്പിക്കും എന്ന പ്രതീക്ഷയോടെ അവാർഡിന് അർഹരായ സിന്ധുവിന് അഭിനന്ദനങ്ങൾ. അടുത്ത കാറ്റഗറി മികച്ച ഫോട്ടോഗ്രാഫി. ഈ വർഷത്തെ മികച്ച ഫോട്ടോഗ്രാഫി അവാർഡ് ഗോസ് ടു കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലെ പരമ്പരാഗതമായ തെയ്യങ്ങളെ മികച്ച രീതിയിൽ അഭ്രപാളികളിൽ പകർത്തിയതിനാണ് പ്രജിത്തിന് ഈ അവാർഡിന് അർഹനാക്കിയത്. ഐതിഹ്യവും വിശ്വാസവും കലർന്ന ഈ കലാരൂപം തന്മയത്വത്തോടെ തന്നെ സാഹസികമായാണ് ഇദ്ദേഹം ക്യാമറയിൽ പകർത്തി നമുക്ക് സമ്മാനിച്ചത്. ഫോട്ടോഗ്രാഫി ഒരു പാഷൻ ആയ ഇദ്ദേഹം ഇതിനോടകം തന്നെ 1000-ൽ പരം പ്രകൃതിയുടെ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ തൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പ്രവാസിയായ പ്രജിത്ത് നമ്മുടെ ടെക്നിക്കൽ ടീമിലെ ഒരു അംഗം കൂടിയാണ്. അവാർഡിന് അർഹനായ പ്രജിത്തിന് അഭിനന്ദനങ്ങൾ. അടുത്ത കാറ്റഗറി മികച്ച നവാഗത അംഗം. എല്ലാവർക്കും ഹായ്, എൻ്റെ പേര് ഡയാന. ഞാൻ പൊന്നാനിയാണുള്ളത്. ഞാൻ 2004-2000 ബാച്ചിൽ BCom ബാച്ചിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് ബഷീർ സാറിന് താങ്ക്സ്. ഞാൻ ഹൗസ് വൈഫാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദിനി. 1990-91 കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രിക്ക് 4th ഗ്രൂപ്പ് എടുത്തിട്ട് ആർട്സ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇപ്പം ഞാൻ എടപ്പാളിലാണ് താമസിക്കുന്നത്. ഒരു ആധാരത്ത് ഓഫീസിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പം ഇങ്ങനെ ഒരു എൻ്റെ അനിയത്തിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഗമമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. അവളും അവിടെ പഠിച്ചിരുന്ന കുട്ടിയാണ്. തെളിഞ്ഞ നേരം തുടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം
ഒരുമിച്ചു പങ്കിട്ട കാലം. ഈ വർഷത്തെ മികച്ച നവാഗത അംഗത്തിനുള്ള അവാർഡ് അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകാൻ. സരസമായ സംഭാഷണത്തിലൂടെ അംഗങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഡയാനയാണ് ഈ വർഷത്തെ മികച്ച നവാഗത അംഗത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത നാൾ മുതൽ വളരെ സജീവമാവുകയും നമുക്കായി നിരവധി ഗാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോടും എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാൻ കഴിവുള്ള വ്യക്തിത്വം, പഠന വിഷയങ്ങളിലെ ഉന്നത നിലവാരം പുലർത്തിയുന്ന ഡയാന നല്ലൊരു ഗായിക കൂടിയാണ്. നല്ല ഗാനങ്ങൾ നമുക്കായി ഇനിയും അവതരിപ്പിക്കും എന്ന പ്രതീക്ഷയോടെ അവാർഡിന് അർഹയായ ഡയാനയ്ക്ക് അഭിനന്ദനങ്ങൾ. അടുത്ത കാറ്റഗറി ബെസ്റ്റ് മ്യൂസിഷ്യൻ. Best Musician Award goes to ഗ്രൂപ്പിനെ തൻ്റെ സംഗീത വൈഭവം കൊണ്ട് തഴുകി ഉണർത്തുന്ന നൗഷാദാണ് ഈ വർഷത്തെ മികച്ച മ്യൂസീഷ്യനുള്ള അവാർഡ്. കീബോർഡിലും ഗാനാലാപനത്തിലൂടെയും ഗ്രൂപ്പിനെ സംഗീത സാന്ദ്രമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഗസലുകളെയും ശീലുകളെയും പ്രണയിക്കുന്ന ഈ കലാകാരൻ ചൂടമടിയിലൂടെയും നിരവധി ഗാനങ്ങൾ ഗ്രൂപ്പിന് സമ്മാനിച്ചിട്ടുണ്ട്. അവാർഡിന് അർഹനായ നൗഷാദിന് അഭിനന്ദനങ്ങൾ. അടുത്ത കാറ്റഗറി മികച്ച ഹാസ്യതാരം. നോമിനീസ് ആർ മികച്ച ഹാസ്യതാരം എന്ത് സ്പീഡിലാണ് ഗ്രൂപ്പ് പോണത്. ഇത് കണ്ടപ്പോൾ നടന്നിട്ട് എത്തില്ലാത്തതുകൊണ്ട് ഞാൻ സൈക്കിൾ എടുത്ത് പോകും. അതാണ് വഴിക്കകത്ത് പഞ്ചറാവുന്നത്. അപ്പം അതും തലയിൽ വെച്ചിട്ട് വരികയാണ്. വയറുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു ചെറിയ വയറ്, ഞാനൊരു ഗർഭിണിയായ മാതിരി. അന്ന് കമന്ന് കിടക്കാൻ പറ്റൂല. കമന്ന് കിടന്നാല് തല നിലത്ത് തട്ടുമ്പോൾ കാല് തട്ടൂല, കാല് തട്ടുമ്പോൾ തലയും തട്ടൂല. ലാസ്റ്റ് കുട്ടികളെ കയറ്റിയിരുത്തി ഊഞ്ഞാലാട്ടായിരുന്ന പരിപാടി. തിരൂര് താഴെപ്പാലെത്തുമ്പോ എല്ലാ ബസ്സും ആർട്സ് കോളേജിന്റെ ഈ സൈഡിലേക്ക് മറിഞ്ഞു വീഴുന്നു. കാരണം എന്താ വെച്ചാൽ ആ സൈഡില് ഒരു തൂണമച്ചാരി നൗഷാദ് ഭായ് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നൗഷാദ് ഭായിനെ കാണാൻ വേണ്ടി എല്ലാ പെൺകുട്ടികളും കൂടി ഈ ബസ്സിന്റെ ഈ ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ ബസ് മറിയണം.
അതിനെ പറ്റിയുള്ള കുറച്ച് ചർച്ചകളായിരുന്നു. ഞാൻ പിന്നെ അങ്ങേ സൈഡിൽ വന്നു കൊടുത്ത് അങ്ങനെ സെമിയയും ഫ്യൂച്ചറയും അതിനെ ഉൾക്കൊള്ളിച്ചിട്ട് എഴുതിയതാണ് ഇപ്പൊ കവിത. നടത്തിയിരിക്കുന്നു ഇപ്പൊ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ഗുരുവായൂർ വന്ദേഭാരതം ചൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വന്ദേഭാരതത്തിന്റെ വിളി വന്നു, 2 വിളി വന്നു, 3ാമത്തെ വിളി ആകുമ്പോഴേക്കിന് പോയിട്ടില്ലെങ്കിൽ എന്റെ വാരിയലിന്റെ എണ്ണം കുറയും. അതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് വരാം. രസമായ സംഭാഷണ ശൈലി കൊണ്ടും ലളിതമായ ആക്ഷേപഹാസ്യം കൊണ്ടും നമ്മളെ ചിരിപ്പിച്ച ഷിബുവാണ് ഈ വർഷത്തെ മികച്ച കൊമേഡിയിലുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. കൗണ്ടറുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഷിബുവിൻ്റെ തമാശകൾ ആരെയും ചിരിപ്പിക്കുന്നവയാണ്. അവസരത്തിനൊത്ത് പുതുമയാർന്ന ഹാസ്യം ലളിതമായി അവതരിപ്പിച്ച് ഇദ്ദേഹം ഗ്രൂപ്പിനെ ചിരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. സരസമായ സംഭാഷണവും അവതരിപ്പിക്കുന്നതിലെ ലാളിത്യവുമാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡിന് അർഹനാക്കിയത്. അവാർഡിന് അർഹനായ ഷിബുവിന് അഭിനന്ദനങ്ങൾ. അടുത്ത കാറ്റഗറി മികച്ച കോറിയോഗ്രാഫി. നോമിനീസ് ആർ കവിളിലെ അരുണിമ കാൺമതു സുകൃതം, കവിളിലെ അരുണിമ കാൺമതു സുകൃതം. Best Choreography Award goes to രംഗത്തെ വൈഭവം കൊണ്ട് നിരവധി വേദികൾ കയ്യിലെടുത്ത മികച്ച നർത്തകി, സാഹിത്യത്തെയും നൃത്തത്തെയും ജീവിതചര്യയാക്കിയ മികച്ച കലാകാരി, കവിതാ രചന കൊണ്ടും സാഹിത്യ രചനകൾ കൊണ്ടും ശ്രദ്ധേയമായ പ്രതിഭ, സാഹിത്യരംഗത്തും പഠനരംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ശുഭയാണ് ഈ വർഷത്തെ മികച്ച കോറിയോഗ്രാഫി അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അവാർഡിന് അർഹയായ ശുഭയ്ക്ക് അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് കാറ്റഗറി മികച്ച അംഗപ്രീതി നേടിയ താരം. ഇത്തവണത്തെ മികച്ച അംഗപ്രീതി നേടിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രാജൻ CK, ഞങ്ങളുടെ രാജേട്ടൻ. ഗ്രൂപ്പിലെ നിറസാന്നിധ്യം, ഗ്രൂപ്പിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും തൻ്റെ നിഷ്കളങ്കമായ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ വ്യക്തിത്വം, എല്ലാ കൂടിച്ചേരലുകളിലും ഓർഗനൈസിംഗ് കമ്മിറ്റികളിലും അവിഭാജ്യ ഘടകം, പുതുമുഖങ്ങളെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നത് മുതൽ അവരുടെ ഓരോ ഇടപെടലുകളിലും കഴിവുകളിലും എന്നും പ്രോത്സാഹനവുമായി സദാ പോസിറ്റീവ് വൈബ്. കൂടിക്കാഴ്ചകളിലും മീറ്റിങ്ങുകളിലും ഇദ്ദേഹം ചെന്നൈയിൽ നിന്നും കൊണ്ടുവരുന്ന മധുരപലഹാരങ്ങൾക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം. അവാർഡിന് അർഹനായ രാജേട്ടന് അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് കാറ്റഗറി സമഗ്ര സംഭാവനയ്ക്കുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ്. ഇതിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ മിസ്റ്റർ ബഷീർ സാറാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹനായിരിക്കുന്നത്. ഗ്രൂപ്പിൻ്റെ ഓരോ പ്രവർത്തന മേഖലകളിലും തൻ്റെ സാന്നിധ്യവും നിരീക്ഷണ പാഠവും കഠിന പ്രയത്നവും കൊണ്ട് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നതിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡിന് അർഹനാക്കിയത്. തൻ്റെ ഔദ്യോഗിക നിർവഹണത്തിന് പുറമെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്ന സമയവും പ്രവർത്തനവും ഒന്നിനാലും വിലമതിക്കാൻ കഴിയാത്തതാണ്. അതുല്യം എന്ന മഹാമേളയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും സ്വന്തം ചുമലിൽ കൊണ്ടു നടക്കുമ്പോഴും അതിൻ്റെ ഏകോപനത്തിനായി ഗ്രൂപ്പിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയം തന്നെ. പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരു കുടക്കയിൽ അണിനിരത്താൻ പോകുന്ന അതുല്യം എന്ന പ്രോഗ്രാമിന് എല്ലാവിധ
ആശംസകളും പിന്തുണരും.